ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു മന്തിയുടെ റെസിപ്പി ആട്ടോ. മന്തി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ, ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ മന്തി ഉണ്ടാക്കലും. അപ്പം ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിക്ക് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക് പൊടി ഒക്കെ പൊടിച്ച് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മാഗി ക്യൂബ് ഉണ്ടല്ലോ, മാഗി ക്യൂബ് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മന്തി മസാല, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന മന്തി മസാല അതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ശേഷം കളർപ്പൊടി നല്ലതൊന്നല്ല, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അത് മിക്സൊക്കെ ചെയ്ത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല ഒക്കെ നല്ലോണം പിടിക്കും. അതിനുശേഷം നമ്മൾ ബസ്മതി റൈസ് ഉണ്ടല്ലോ, നമുക്ക് ഒരു മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തി വെക്കാം. അതിനുശേഷം നമുക്ക് മന്തിയൊക്കെ ആയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചിക്കൻ നമുക്ക് പൊരിച്ചെടുത്ത ശേഷം നമ്മൾ വെള്ളമൊക്കെ അപ്പത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ടിട്ട് മന്തി മസാലയും പിന്നെ ഉണക്കനാരങ്ങ ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വേവിച്ചാൽ നമുക്ക് ഒരു ഹാഫ് വേവ് വേവിക്കാൻ പാടുള്ളൂ. 90% വേവണം. അതൊക്കെ നമ്മൾ വെന്ത് വന്നിട്ട് നമ്മൾ ദമ്മിടാൻ പോവാണ്. ദമ്മിടാനായിട്ട് നമ്മൾ പൊരിച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ചത് ചിക്കൻ്റെ കൂടെ തന്നെ നമ്മൾ പൊരിച്ച ഓയിൽ ഉണ്ടാവുമല്ലോ, ആ ഓയിൽ അതിൽക്കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ദമ്മിടണം കേട്ടോ. പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യാൻ വെക്കാം. സ്മോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം തീ കത്തിച്ചിട്ട് ദമ്മിടാം കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.